ഹായ് ഹലോ എവ്രിവൺ, ഹിയർ ഐ ആം ദീപ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ. ഹെയർ ലോസ് ഇന്ന് പലരുടെ ഒരു പ്രശ്നമാണ്, അതായത് മുടി കൊഴിച്ചിൽ. മുടി കൊഴിയുന്നതിന് പ്രധാനമായിട്ടും പല കാരണങ്ങളുണ്ട്. സ്ട്രെസ് ഒരു കാരണമാകാം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് PCOD, തൈറോയിഡ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുപോകും. കൂടാതെ നമുക്ക് ജനറ്റിക്സ് അല്ലെ, നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് പലർക്കും മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമാകാം. കൂടാതെ തന്നെ വൈറ്റമിൻ ഡിയുടെ അല്ലെങ്കിൽ വൈറ്റമിൻ B12 കുറവൊക്കെ, അയണ്, ഫെറിറ്റിൻ ഇതെല്ലാം നമുക്ക് മുടി കൊഴിച്ചിലിന് കാരണമാകാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു സൺഷൈൻ വൈറ്റമിൻ ആണ്. അതായത് നമുക്ക് സൺലൈറ്റിന്റെ എക്സ്പോഷർ കുറയുമ്പോൾ, ഫ്ലാറ്റ് ജീവിതം കൂടുതലും സൂര്യപ്രകാശം കിട്ടാതെയുള്ള അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്നവർക്കൊക്കെ വൈറ്റമിൻ ഡി കുറയുകയും മുടി കൊഴിച്ചിൽ ഉണ്ടാകുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ അനീമിക് ആയിട്ടുള്ളത്, ബ്ലഡിന്റെ ലെവൽസ് ഒക്കെ കുറയുന്നത്, ഇതെല്ലാം നമുക്ക് മുടി കൊഴിച്ചിലിന് ഒരു റീസൺ ആണ്. സോ നമ്മൾ എക്സാക്ട് ആയിട്ട് അതിന്റെ റീസൺ എന്താന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അല്ലേ. ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ ചെയ്ത് നോക്കിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തുള്ളൂ. സോ നമ്മളൊരു ഫിസിഷ്യനെ മീറ്റ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എന്താണ്, അതിന്റെ ഒരു റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനൊരു സപ്ലിമെന്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനൊരു സപ്ലിമെന്റ് എടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും കൂടെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പ്രോട്ടീൻ ആൻഡ് അയൺ റിച്ച് ഡയറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് ചിക്കന്, ഫിഷ് അല്ലെങ്കിൽ ലെൻറ്റിൽസ് ഇതുപോലുള്ള ഐറ്റംസ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി നമുക്ക് 1-2 മുട്ട ഡെയിലി ഫുൾ എഗ്ഗായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ വിറ്റമിൻ ഡി, ഹെൽത്തി ഫാറ്റ്സ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അത് ഡെയിലി എടുക്കാൻ നോക്കുക. ഒരു 10 to 15 നമ്പർ ഓഫ് നട്ട്സ് ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ഡെയിലി എടുക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ഇതുപോലെയുള്ള omega-3 റിച്ച് ആയിട്ടുള്ള സീഡ്സ്. അതുപോലെ ഫിഷ്, omega-3 ആയിട്ട് വരുന്ന ഫിഷസ് എന്ന് പറയുമ്പോൾ കൂടുതലും മത്തി അയല, അതുപോലെ ട്യൂണ, സാൽമൺ ഇതുപോലുള്ള ഫിഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ നമുക്ക് ലീഫി വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ്. ഇലക്കറികൾ ധാരാളമായിട്ട്, മുരിങ്ങയില, ചീര ഇതുപോലെയുള്ള ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക, സ്ട്രോബെറീസ് ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് നമ്മൾ അയൺ ഫുഡിനോടൊപ്പം, അതായത് ഇപ്പം ഡേറ്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ നിങ്ങൾ ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് എടുക്കുകയാണ്, നാരങ്ങാവെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ഷുഗർ, പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു റോ ആയിട്ട് ഡേറ്റ്സ് ആഡ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ്സിനോടൊപ്പം നാരങ്ങാവെള്ളം എടുക്കുന്നതും അയൺ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പയറുവർഗ്ഗങ്ങൾ, പിന്നെ മിൽക്ക് പ്രോഡക്ട്സ്, തൈര് ഇതുപോലെയുള്ള പ്രോട്ടീനും അയണും റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുന്നതായിരിക്കും, ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ, ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലും കൂടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.